ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ തവണത്തെ ബ്രസീലിന്റെ സ്ക്വാഡിൽ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇത് ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് വലിയ വിവാദമായിരുന്നു. വലിയ തോതിലുള്ള ചർച്ചകൾക്ക് ഇത് വഴിവെച്ചു. എന്നാൽ കാർലോ ആഞ്ചലോട്ടി ഇതിനുള്ള ഒരു കാരണം വ്യക്തമാക്കിയിരുന്നു. നെയ്മർ ജൂനിയർ 100% ഓക്കെ ആയിട്ടില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്നായിരുന്നു കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത്. ഏതായാലും നെയ്മറെ കുറിച്ച് ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് വരുന്ന വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ വേണം, അദ്ദേഹം ബ്രസീലിയൻ ടീമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നൊക്കെയാണ് നസാരിയോ പറഞ്ഞിട്ടുള്ളത്. നെയ്മർ ജൂനിയർ 100% ഓക്കെ ആയാൽ എന്തായാലും അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനാണ് ആഞ്ചലോട്ടിയുടെ പ്ലാൻ എന്നും റൊണാൾഡോ നസാരിയോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരുപാട് മികച്ച താരങ്ങൾ നിലവിൽ ബ്രസീലിന്റെ കൈവശമുണ്ട്. ആ താരങ്ങളെ വെച്ച് എന്തും നേടാനുള്ള കപ്പാസിറ്റിയും ബ്രസീലിന് ഉണ്ട്. തീർച്ചയായും നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിൽ ഉണ്ടാകും. വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറാൻ നെയ്മർക്ക് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് 100% റെഡിയായ നെയ്മറെയാണ്. പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നെയ്മർ റെഡി ആയതിനു ശേഷം അദ്ദേഹത്തെ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ പരിശീലകൻ ഉദ്ദേശിക്കുന്നത്. വരുന്ന വേൾഡ് കപ്പിൽ പങ്കെടുക്കാനും ബ്രസീൽ ദേശീയ ടീമിനെ സഹായിക്കാനും നെയ്മർ ജൂനിയർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്നത് എനിക്ക് മനസ്സിലാകും. ഇതാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നെയ്മറുടെ മുന്നിലുള്ള അവസാനത്തെ അവസരമാണ് അടുത്ത വർഷത്തെ വേൾഡ് കപ്പ്. കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പ് ഒരുപക്ഷെ തൻ്റെ അവസാനത്തെ വേൾഡ് കപ്പ് ആയേക്കാം എന്ന് നെയ്മർ പറഞ്ഞിരുന്നു. പക്ഷെ ബ്രസീലിന് ക്രൊയേഷ്യയോട് പരാജയപ്പെട്ടുകൊണ്ട് പുറത്താവേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന വേൾഡ് കപ്പിൽ മാത്രമാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.